വാർത്തകൾ വിശദമായി. NSSനെ കൂടെ കൂട്ടാനുള്ള രാഷ്ട്രീയ നീക്കവുമായി BJP. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പ്രധാനമന്ത്രിക്ക് അയച്ച കത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ നീക്കം. സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ അടക്കമുള്ളവർ NSSന്റെ കത്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ചു. NSS മുഖമാസികയായ സർവീസസിൽ മോദിക്കും അമിത്ഷായ്ക്കും നന്ദി അറിയിച്ചുകൊണ്ട് നേരത്തെ ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, NSS സുകുമാരൻ നായർ ചെയ്ത കാര്യങ്ങൾ സാധാരണഗതിയിൽ അദ്ദേഹത്തിന്റെ പദവിയിലിരിക്കുമ്പോൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, സ്വാഭാവികമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങളല്ലേ? അതായത് സർവീസസിനകത്ത് പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞ് ലേഖനം വരിക, ഈ മന്നത്ത് പത്മനാഭനെ അനുസ്മരിച്ചതുകൊണ്ട് അതിൽ നന്ദിയും അക്നോളജ്മെൻറ്റും അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് NSSൻ്റെതായ ഒരു കത്തയക്കുക, ഇത് സ്വാഭാവികമായ നടപടിയല്ലേ? അതിൻ്റെ രാഷ്ട്രീയം ആകുന്നത്, അതൊരു രാഷ്ട്രീയ നീക്കമാകുന്നത്, അല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ കേന്ദ്രമാകുന്നത് എങ്ങനെയാണ്? സനീഷ, അത് വരും ദിവസങ്ങളിലായിരിക്കും അത് കൂടുതൽ അറിയാൻ സാധിക്കുക. പക്ഷേ സമീപകാലങ്ങളിൽ ഉണ്ടായിരുന്ന ചില സംഭവങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് UDF നേതാക്കൾ പല സാമുദായിക നേതാക്കളെയും കാണാൻ ശ്രമിച്ചിരുന്നു. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും 3-ാം തീയതി ജനുവരി 3-ന് ആസ്ഥാനത്തെത്തി G. സുകുമാരൻ നായർ കൂടിക്കാഴ്ച നടത്താൻ ശ്രമിച്ചിരുന്നു. അതിന് പിന്നാലെ ഒരാഴ്ചയ്ക്ക് ശേഷം PK കുഞ്ഞാലിക്കുട്ടിയും ഇതേ ശ്രമം നടത്തിയിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നുള്ള ഇങ്ങോട്ടേക്ക് യാത്ര പുറപ്പെടുകയും ചെയ്തതാണ്. പക്ഷേ അന്ന് ഒരു നേതാവിനെ തനിക്ക് കാണാൻ താല്പര്യമില്ല എന്ന നിലപാടാണ് G. സുകുമാരൻ നായർ സ്വീകരിച്ചത്. അദ്ദേഹം അത് നമ്മളോട് സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. അതായത് UDF നേതാക്കളോടൊക്കെ കൃത്യമായ അകലം പാലിക്കുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് എന്തുകൊണ്ട് എന്നത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. രണ്ട്, ഈ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരും ഈ മറ്റ് നേതാക്കളൊക്കെ തന്നെയും ഇത്തരത്തിൽ അവിടെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. UDF നേതാക്കളൊക്കെയും മന്നം ജയന്തിക്ക് സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ലേഖനത്തിൽ, മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട സർവീസസിൽ എഴുതിയ ലേഖനത്തിൽ പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും മാത്രമാണ് നന്ദി അറിയിച്ചിട്ടുള്ളത്. എടുത്തു പറയേണ്ട പേരുകൾ അത് രണ്ടുമാണ് എന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. മാത്രമല്ല, ഇത് മന്നം ജയന്തി കഴിഞ്ഞ കാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഇത്തവണ വളരെ വിപുലമായി നടക്കാൻ കഴിഞ്ഞു. അത് ദേശീയ തലത്തിൽ അതിന് ശ്രദ്ധ കിട്ടി, അന്തർദേശീയ തലത്തിൽ അതിനൊരു പ്രാധാന്യം കിട്ടി. അതിന് കാരണം പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ട്വിറ്റർ സന്ദേശങ്ങളാണ് എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ലേഖനം എഴുതിയതിന് പുറമെ ഇരുവർക്കും അദ്ദേഹം കത്തയക്കുകയും ചെയ്തിരുന്നു. കത്തിലും ഇതേ നന്ദി വാചകം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സ്വാഭാവിക നടപടി എന്ന് തന്നെ പറയാൻ സാധിക്കും. പക്ഷേ ഈ സമീപകാലത്തുണ്ടായ ചെറിയ രാഷ്ട്രീയ മാറ്റങ്ങൾ കൂടി, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ UDFലും ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതിൽ സുകുമാരൻ നായർ അതൃപ്തനാണോ? ഈ നേതാക്കളുടെ സന്ദർശനം ഒഴിവാക്കാൻ, അത് തിരസ്കരിക്കാൻ കാരണം അതാണോ എന്ന സംശയം അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും സുകുമാരൻ നായർ ഇതിലൊരു പരസ്യ പ്രതികരണം ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇതിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. പക്ഷേ ഇതിനുള്ളിൽ നടക്കുന്ന ചില സൂക്ഷ്മ ചലനങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ശ്രീജിത്ത്, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ BJP നേതാവ് ശ്രീ രാധാകൃഷ്ണ മേനോൻ, അദ്ദേഹം നമ്മുടെ ടെലിഫോണിലാണ്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഈ പ്രധാനമന്ത്രി, രാജ്യത്തിൻ്റെ ആകെ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹം മന്നത്ത് പത്മനാഭനെ അനുസ്മരിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തത് നിശ്ചയമായിട്ടും അക്കാര്യത്തിൽ ഒരു അക്നോളജ്മെൻ്റ് അറിയിക്കുക, അതിനൊരു നന്ദി പറയുക എന്നത് NSS സ്വാഭാവികമായും ചെയ്യേണ്ടതുമാണ്. അത് ചെയ്തു. പക്ഷേ അതല്ലാതെയുള്ളൊരു രാഷ്ട്രീയ ഛായ അതിനുണ്ട് എന്ന് വിചാരിക്കേണ്ടതുണ്ടോ? താങ്കൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? BJPക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടോ? ഇതിപ്പോ BJP തീരുമാനമനുസരിച്ച് ഉണ്ടായിട്ടുള്ള ഒരു ട്വീറ്റോ BJP തീരുമാനമനുസരിച്ച് ഉണ്ടായിട്ടുള്ള ഒരു മറുപടിയോ അല്ലല്ലോ. അപ്പൊ NSS ജനറൽ സെക്രട്ടറി സ്വാഭാവികമായി പ്രധാനമന്ത്രിയുടെ ട്വീറ്റിനോട് പ്രതികരിച്ചു. പ്രധാനമന്ത്രി ഇന്നലെ വരെ മന്നം ജയന്തി ദിനങ്ങളിൽ, മുൻകാലങ്ങളിൽ കേന്ദ്ര തലത്തിൽ ആ രീതിക്കുള്ള ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുള്ള ഇതോ ഇല്ലാത്ത രീതിയിൽ ഇപ്രാവശ്യം ഇന്ത്യയുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ഒരു ട്വീറ്റ് അമിത്ഷായും അതേപോലെ അപ്പോൾ നടത്തി. അപ്പൊ തീർച്ചയായിട്ടും അത് മന്നത്തിന്റെ സേവനങ്ങൾ ദേശീയ തലത്തിൽ ശ്രദ്ധിപ്പിക്കേണ്ടതാണ് എന്ന് അവർക്ക് ബോധ്യം വന്നതുകൊണ്ടാണ്. അപ്പൊ ആ നിലയ്ക്കുള്ള ഒരു നടപടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ NSSന്റെ ഭാഗത്തു നിന്ന് അതിനെ സ്വാഗതം ചെയ്യുന്ന ഒരു സമീപനം NSS ജനറൽ സെക്രട്ടറി സ്വീകരിച്ചു. അതാണല്ലോ ഇപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായിരിക്കുന്നത്. അതിനെ തുടർന്ന് അത് സർവീസ് എന്ന് പറയുന്ന NSSന്റെ മുഖപത്രത്തിൽ കഴിഞ്ഞ ദിവസം മുഖപ്രസംഗമായി തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോ
മന്നത്തിന്റെ സേവനങ്ങളെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ഉയർത്തിക്കാണിക്കുവാൻ ഇന്ത്യയുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കം തീരുമാനിച്ചിരിക്കുന്നതിൽ NSSനും ആ സമുദായ അംഗങ്ങൾക്കുമൊക്കെ അങ്ങേയറ്റം സന്തോഷമുണ്ട്. അത് ആണ് ജനറൽ സെക്രട്ടറി പ്രകടിപ്പിച്ചത് എന്നാണ് ഞാനത് വായിച്ചപ്പോൾ മനസ്സിലാവുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതില് മറ്റൊരു രാഷ്ട്രീയത്തിന് വലിയ പ്രസക്തിയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എന്നാൽ അതേസമയം തന്നെ രാഷ്ട്രീയമായി അതിനെ വ്യാഖ്യാനിക്കാനുള്ള അവകാശമൊക്കെ എല്ലാവർക്കും ഉണ്ട്. കാലാകാലങ്ങളിൽ ഉണ്ടാവുന്ന ചെറിയ സംഭവ വികാസങ്ങൾ. അല്ല, ഇതിപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ നമ്മുടെ ഈ പറയുന്ന രാഷ്ട്രീയമായിട്ട് കാര്യങ്ങളെ ശ്രദ്ധിക്കുന്ന ആളുകളുടെ ഒരു കൗതുകം ഇതിനകത്ത് NSS ജനറൽ സെക്രട്ടറി നേരത്തെ UDF നേതാക്കളോടടക്കം പഴയ കാലത്തുള്ളൊരു അടുപ്പമില്ല എന്നൊരു വർത്തമാനമുണ്ട്. ഇതൊക്കെ ശരിയോ തെറ്റോ എന്ന് പൂർണ്ണമായിട്ട് ഈ തരത്തിൽ അദ്ദേഹത്തിന് മനസ്സിലിരിക്കുന്ന അദ്ദേഹത്തിനല്ലേ അറിയൂ. പക്ഷേ ആ തരത്തിൽ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാണല്ലോ പെരുന്ന. അവിടെ അങ്ങനെ UDFനോട് ഒരു അടുപ്പക്കുറവുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതൊരു സാധാരണ കാര്യമല്ലേ, ഇത് ചെയ്യേണ്ടതല്ലേ NSS എന്ന് ചോദിച്ചാൽ ചെയ്യാനുള്ളത് തന്നെയാണ്. കാരണം ആ നിലക്ക് മന്നത്തെ പ്രധാനമന്ത്രി പദവിയിലിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ്, ഭരണകർത്താവ് അനുസ്മരിക്കുമ്പോൾ അതിലൊരു സന്തോഷം പ്രകടിപ്പിക്കുക എന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. പക്ഷേ UDFനോടൊരു അല്പം അകൽച്ചയുണ്ട് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു നീക്കം ഉണ്ടാകുന്നത് അതിനെ BJP നേതൃത്വം സന്തോഷത്തോടു കൂടി റീട്വീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ BJP നേതൃത്വം അത് ഷെയർ ചെയ്യുന്നത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള നീക്കമല്ലേ? ഈ നായർ സർവീസ് സൊസൈറ്റി ആ സമുദായ അംഗങ്ങളെ BJPയുടെ അടുക്കലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്ന ചില രാഷ്ട്രീയ സംഗതികൾ അതിനകത്തില്ലേ, ചലനങ്ങളില്ലേ എന്ന് വിചാരിക്കുന്ന ആളുകളും ഉണ്ടാകും. അതിപ്പോൾ പൂർണ്ണമായി തള്ളിക്കളയാനാവുന്നതല്ല അല്ലേ ആ നിലക്ക് നോക്കുമ്പോൾ? അല്ല, കേരള രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും വിമോചന സമര കാലം മുതൽ നാളിതുവരെ NSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ നിലപാടുകളും സമീപനവുമൊക്കെ എല്ലായ്പ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരുകൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ എടുക്കുന്ന സമീപനത്തോട് കാലാകാലങ്ങളിൽ പ്രതികരിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ NSS. അപ്പൊ അതുകൊണ്ടാണ് സ്വാഭാവികമായും അന്നടക്കമുള്ള ആളുകൾ കൗതുകത്തോടെ അതിനെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നോക്കിക്കാണുന്നത്. അതിൽ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. കാരണം മുൻപ് മന്നം സമാധിയിൽ ചെരുപ്പിട്ട് കയറി എന്നുള്ള ഒരു വിവാദം ഉണ്ടായത് നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും കോൺഗ്രസിന്റെ ഭരണകാലത്ത്. അപ്പൊ അതിനുശേഷം അത് വലിയ ഒരു കാലഘട്ടം മുഴുവൻ ഒരു ഇഷ്യൂ ആയിട്ട് നിലനിന്നിരുന്നു. അപ്പൊ എന്ന് പറയുന്നത് പോലെ ഓരോ സമയത്തും ഉണ്ടാവുന്ന ചെറിയ ചലനങ്ങൾക്ക് പോലും പ്രാധാന്യമുണ്ട് എന്നുള്ളത് രാഷ്ട്രീയ വിദ്യാർത്ഥികളും രാഷ്ട്രീയ നിരീക്ഷകരുമൊക്കെ കൗതുകത്തോടെ നോക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ശരി, ഒരു നിമിഷം ശ്രീ രാധാകൃഷ്ണൻ, ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോൺ ലൈനുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇത് രാഷ്ട്രീയമായിട്ട് ഒരു പ്രാധാന്യമുള്ള സംഗതിയായിട്ട് നമ്മൾ കാണേണ്ടതുണ്ടോ? അതായത് പ്രധാനമന്ത്രി മന്നം ദിനത്തിൽ അദ്ദേഹത്തിന് അനുസ്മരണം അർപ്പിക്കുന്നു, ട്വീറ്റ് ചെയ്യുന്നു പ്രധാനമന്ത്രിയും അമിത്ഷായും. അതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് രണ്ടുപേർക്കും കത്തെഴുതുന്നു, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്നു NSSന്റെ ജനറൽ സെക്രട്ടറി. അത് ആ സന്തോഷം വീണ്ടും പങ്കുവെക്കുകയാണ് BJP നേതാക്കൾ, കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ. ഇതിനകത്തൊരു രാഷ്ട്രീയ ചലനമുണ്ട് എന്ന് കാണേണ്ടതുണ്ടോ എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയില്ല. അതിൽ രാഷ്ട്രീയം ഇല്ലേ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ മന്നം ജയന്തി ദിനത്തിൽ പ്രധാനമന്ത്രി ഒരു ആശംസാ സന്ദേശം അയക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൽ രണ്ടു വശമുണ്ട്. ഒന്ന്, ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന മന്നത്ത് പത്മനാഭന്റെ ജന്മദിനത്തിൽ ഇവിടെ ഒരു വിഭാഗം ആളുകൾ നടത്തുന്ന ആഘോഷത്തിൽ അതിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നുള്ളത്, ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ആശംസാ സന്ദേശം അയക്കും. അതിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും കാണാൻ കഴിയില്ല. അതേ സമയത്ത് വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട്. നരേന്ദ്രമോദി അയക്കുന്നു. നരേന്ദ്രമോദി BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം ഇതുവരെയും NSS എന്ന് പറയുന്ന സംഘടന ഈ BJPയിൽ നിന്ന് പരമാവധി അകലം പാലിച്ച് നിൽക്കുന്ന ഒരു സംഘടനയാണ്. എന്ന് മാത്രമല്ല, BJPയുടെ പല നേതാക്കന്മാരും വന്നാൽ അവിടെ ഇരിക്കാൻ സീറ്റ് പോലും കിട്ടുകയില്ല. നമുക്കറിയാലോ, ശ്രീ സുകുമാരൻ നായർക്ക് താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ, അവിടെ സൗകര്യങ്ങൾ കൊടുക്കുകയുള്ളൂ. ശ്രീ സുരേഷ് ഗോപി അവിടെ ചെന്നപ്പോൾ ഉണ്ടായ അനുഭവമൊക്കെ നമുക്കറിയാം. എന്റെ അറിവിലും പരിചയത്തിലും ഇവിടെ NSS ഹെഡ്ക്വാർട്ടേഴ്സിൽ ചെന്നാൽ ഇരിക്കാൻ സീറ്റ് കിട്ടുന്ന ഒരു നേതാവേ ഉള്ളൂ BJPയുടേതായിട്ട്. അത് ശ്രീ ശ്രീധരൻപിള്ളയാണ്. അദ്ദേഹം ഇപ്പൊ മേഘാലയയിൽ ഗവർണറല്ല, മിസോറാമിൽ ഗവർണറായിട്ട് പോയി. അതിനു മുമ്പ് സീറ്റ് കിട്ടുന്ന ഒരു നേതാവ് ശ്രീധരൻപിള്ള, മറ്റാർക്കും സീറ്റില്ല. ഇപ്പൊ സുരേന്ദ്രനോ കുമ്മനം രാജശേഖരനോ ചെന്നറിയാം അവിടെ കിട്ടുന്ന സ്വീകരണം തരിക. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഒരു ആശംസാ സന്ദേശം അയക്കുന്നു. അതേസമയത്ത് തന്നെ സുകുമാരൻ നായർ അതിന് മറുപടി അയക്കുന്നു. അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു രാഷ്ട്രീയമുണ്ട്. മാത്രമല്ല, ഈ സമുദായ അംഗങ്ങളുടെ ഇടയിൽ NSS എന്നുള്ള സംഘടനയല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് സമുദായ അംഗങ്ങളുടെ ഇടയിൽ ഒരു ചലനം ഉണ്ടാക്കാനായിട്ട് ഇത് ഒരു പരിധി വരെ സഹായിക്കും. മാത്രമല്ല, ഒരു ആശംസയ്ക്ക് അപ്പുറത്ത് ഈ
മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് 10% സംവരണം അനുവദിക്കുക എന്നുള്ള NSSന്റെ ഏത് കാലത്തെയും ഒരു വലിയ ആവശ്യമായിരുന്നു. അതിനുവേണ്ടി ഭരണഘടനാ ഭേദഗതി ചെയ്തത് ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. ആ നിലയ്ക്ക് ഉള്ള ഒരു പിന്തുണ സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കാം. അതിപ്പോ കത്തോലിക്ക മെത്രാന്മാർ പോലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമുള്ളൂ. കഴിഞ്ഞ ദിവസം പോലും ദീപിക പത്രത്തിൽ വന്ന ലേഖനത്തിലൊക്കെ കേന്ദ്ര സർക്കാരിനെ ഇവരൊക്കെ പ്രശംസിക്കുന്നുണ്ട്. അപ്പൊ ഈ സവർണ സമുദായക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഭരണഘടനാ ഭേദഗതിയിൽ കൂടി പ്രാവർത്തികമായിട്ടുള്ളത്. കേരള സർക്കാർ അതിന് അനുസൃതമായിട്ടുള്ള നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രണ്ട് വിഭാഗത്തിൽ നിന്നും ഒരു പിന്തുണ BJP പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. NSS ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് സുകുമാരൻ നായർ ഒരു സമുദായ നേതാവ് എന്നുള്ള നിലയ്ക്ക് എന്ത് സമീപനം സ്വീകരിക്കുന്നു പറയാൻ ഞാൻ ആളല്ല. പക്ഷെ നായർ സമുദായത്തിനിടയിൽ തീർച്ചയായിട്ടും ഇതൊരു ചലനം സൃഷ്ടിച്ചിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവിടെയും മുന്നാക്ക സംവരണം ഇടതുപക്ഷ സർക്കാർ ഇവിടെയും ചെയ്തു. പക്ഷേ NSS അക്കാര്യത്തോട് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുന്നതായി കണ്ടില്ല. ഇവിടെ പക്ഷേ BJP സർക്കാരിനോട് പ്രധാനമന്ത്രിയോട് നല്ല സ്നേഹവും ബഹുമാനവും അത് സ്വാഭാവികമാണ്. ആ നിലക്ക് നോക്കിയാൽ നമ്മൾ രണ്ടുപേരും അതാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു താല്പര്യം കാണിക്കുന്നു എന്നതിനെ രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ചും ഈ സാമുദായിക വോട്ടുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാകുന്ന ആ തരത്തിലുള്ള ചർച്ചകൾ വളരെ പ്രാധാന്യമേറിയതാണ് എന്ന് പറയുന്നൊരു കാലമാണല്ലോ ഈ പ്രത്യേകിച്ച് ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് BJPക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും സന്തോഷിക്കാൻ ഉള്ളതുണ്ട് എന്ന് വിചാരിക്കേണ്ടതുണ്ടോ? അതായത് ഈ കണക്കുകൾ, വോട്ട് കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയാൽ NSS വഴി ഈ പ്രകടിപ്പിക്കപ്പെട്ട സ്വാഭാവികമായ കാര്യം ഒരു രാഷ്ട്രീയ നീക്കമാണെങ്കിൽ ഈ സമുദായത്തിനകത്തു നിന്നുള്ള വോട്ടുകൾ ഏതെങ്കിലും വിധത്തിൽ ഷിഫ്റ്റ് ചെയ്യപ്പെട്ട് BJPക്ക് അനുകൂലമായി മാറും എന്നൊക്കെ വിചാരിച്ചാൽ കൂടി പോകുമോ? അല്ല, ഇവിടെ സമുദായ വോട്ടുകളെ പറ്റി പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള വോട്ടുണ്ട്. ഒന്ന് നായർ സമുദായ അംഗങ്ങൾ സ്വന്തം നിലയ്ക്ക് ചെയ്യുന്ന വോട്ടുണ്ട്. പിന്നെ NSSന്റെ സ്വാധീനത്തിൽ ചെയ്യപ്പെടുന്ന വോട്ടുകളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ശബരിമല നമുക്കറിയാലോ, വലിയൊരു വിഷയമായിരുന്നു. NSS ആണ് അതിന്റെ മുന്നിൽ നിന്ന് സമരം നയിച്ചത്. എങ്കിൽ പോലും NSSന്റെ ഫത്വ UDFന് വോട്ട് കൊടുക്കണം എന്നുള്ളതായിരുന്നു. കുറെ വോട്ടുകൾ UDFിലേക്ക് പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ നായർ സമുദായത്തിലെ അംഗങ്ങൾ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് ചെയ്ത വോട്ടുകളിൽ ഈ ശബരിമല വികാരം എവിടെയൊക്കെ പ്രതിഫലിച്ചിട്ടുണ്ടോ അത് BJPക്ക് അനുകൂലമായിട്ട് കുറെ വോട്ടുകൾ പോയി എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പൊ ഈ നായർ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ മൂന്നായിട്ടാണ് തിരിയുക. ഒന്ന്, കുറെ വോട്ടുകൾ LDFിലേക്ക് പോകും, കുറച്ച് UDFിലേക്ക് പോകും, കുറെ BJPയിലേക്ക് പോകും. ഇങ്ങനെ മൂന്ന് വിഭാഗത്തിലേക്ക് വോട്ടുകൾ പോകുന്ന ഒരു സമുദായമാണ്. അല്ലാണ്ട് അവരുടെ വോട്ട് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് ആയിട്ടല്ല പോകും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇങ്ങനെ ഒരു നിയമനിർമ്മാണം പാസ്സാക്കിയതുകൊണ്ട് കുറച്ച് വോട്ട് കൂടി BJPയിലേക്ക് പോകും. അതിപ്പോ സുകുമാരൻ നായരുടെ ഫത്വ ഉണ്ടെങ്കിലും പോകും, ഫത്വ ഇല്ലെങ്കിലും പോകും. അത്രേ ഉള്ളൂ. അതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ടതില്ല. LDFന് വോട്ട് ചെയ്യാവുന്ന ആളുകൾ അവിടേക്ക് വോട്ട് ചെയ്യും. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിനൊരു രാഷ്ട്രീയമായ ഒരു പ്രാധാന്യം കിടക്കുന്നത് വെച്ചാൽ UDF എന്ന് പറഞ്ഞ ന്യൂനപക്ഷക്കാർക്ക് വേണ്ടി ന്യൂനപക്ഷക്കാർ നടത്തുന്ന ഒരു സെറ്റപ്പാണ് എന്ന രീതിയിലുള്ള പ്രചരണം നാനാഭാഗത്ത് നടക്കുന്നുണ്ട്. അത് LDF നേതാക്കന്മാർ പോലും അത് ഭംഗ്യന്തരേണ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടി തിരിച്ചു വരുന്നു, കുഞ്ഞാലിക്കുട്ടി കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഭൂരിപക്ഷ സമുദായ അംഗങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ അവിടെ ഇത് പ്രസക്തമാണ്. BJPക്ക് വോട്ട് ചെയ്യണമെന്നുള്ളതല്ല, UDFന് വോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു പോയിന്റിലേക്ക് പോയേക്കാം. അതെ, അതാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, വളരെയധികം നന്ദി ഈ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞതിന്. അതാണ് ആ നിലക്ക് പൊതു രാഷ്ട്രീയ ചിത്രം തന്നെയും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ചൂടായി വരുന്ന ഇതിനിടക്കാണ് അങ്ങനെയൊരു നീക്കം ഉണ്ടാകുന്നത്. ആ നീക്കം NSSന്റെ ഭാഗത്തു നിന്ന് പ്രധാനമന്ത്രിക്ക് ഒരു നന്ദി രേഖപ്പെടുത്തിയൊരു കത്തയച്ചത് സ്വാഭാവികമായിട്ടുള്ള സാധാരണമായിട്ടുള്ള ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും ചെയ്യേണ്ടുന്നൊരു കാര്യമാണ്. അതിൽ എന്തെങ്കിലും അസ്വാഭാവികത ആ നിലക്ക് കാണാനാവുകയില്ല. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമാണ്. അതുകൊണ്ട് അത് പ്രധാനമന്ത്രിക്ക് അമിത്ഷായ്ക്ക് നന്ദി അർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് നന്ദി പറയുമ്പോൾ അതിന് ചില രാഷ്ട്രീയ സൂചനകളുണ്ടോ എന്ന സംശയം സ്വാഭാവികമായിട്ടും വരാം. പക്ഷേ അതേക്കാൾ പ്രധാനപ്പെട്ടതാവുന്നത് അദ്ദേഹത്തിൻ്റെ കത്ത്, സുകുമാരൻ നായരുടെ കത്ത് BJP നേതൃത്വം, കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനടക്കം ഉള്ളവർ പ്രചരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ രാഷ്ട്രീയ നിറമാണ്. അത് സ്വാഭാവികമായിട്ടും NSS തങ്ങളോട് അടുക്കുകയാണെങ്കിൽ തങ്ങളോട് ആഭിമുഖ്യമുള്ള നിലപാട് പ്രഖ്യാപിക്കുന്നതാണിത് എന്ന് നാട്ടുകാരോട് പറയുകയാണ്. ആ നിലക്ക് ഇപ്പോൾ പൊതു രാഷ്ട്രീയ ചിത്രം തന്നെയും അതിനകത്ത് തന്നെയും പ്രസക്തമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഈ സംഭവം മാറും. അതിൻ്റെ വിശദാംശങ്ങളാണ് ശ്രീജിത്ത് നൽകിയത്. അഡ്വക്കേറ്റ് ജയശങ്കറും രാധാകൃഷ്ണ മേനോനും സംസാരിച്ചു, അതോട് പ്രതികരിച്ചു. എല്ലാവർക്കും നന്ദി. മറ്റ് വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. നമസ്കാരം. ടെണ്ടുൽക്കർ വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ടെസ്റ്റ് സെഞ്ചുറി അടിച്ചു. ലതാ മങ്കേഷ്കർ തന്റെ ആദ്യത്തെ പാട്ട് വെറും 13 വയസ്സുള്ളപ്പോഴാണ് റെക്കോർഡ് ചെയ്തത്. അതെ, ഒരു ജീനിയസിനെ വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നു. അങ്ങനെയുള്ള ചില ജീനിയസുകളെ ഞങ്ങളും ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ്.
ഈ വേദിയിൽ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാൻ അവസരമൊരുക്കുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ന്യൂസ് 18 നെറ്റ്വർക്ക് നടത്തുന്ന ഈ പുതിയ ശ്രമത്തിന്റെ പേരാണ് ബൈജൂസ് യങ് ജീനിയസ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെടുത്ത പല യങ് ജീനിയസുകളിൽ നിന്നും ചില അമൂല്യ രത്നങ്ങളെ ഞങ്ങളുടെ ജൂറികൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ബൈജൂസ് യങ് ജീനിയസിന്റെ ഓരോ എപ്പിസോഡിലും നമ്മൾ ഇങ്ങനെയുള്ള അതുല്യ ജീനിയസുകളെ പരിചയപ്പെടും. അവർക്ക് പ്രായം കുറവായിരിക്കാം, എന്നാൽ അവരുടെ പ്രതിഭ അസാധാരണവും. വരൂ, നമുക്കിന്ന് നമ്മുടെ ആദ്യ യങ് ജീനിയസിനെ പരിചയപ്പെടാം. ഇദ്ദേഹത്തെ സ്വയം മ്യൂസിക്കൽ ജീനിയസ് AR റഹ്മാൻ, ദ അംബാസിഡർ ഓഫ് ഇന്ത്യൻ മ്യൂസിക് എന്നാണ് വിളിക്കാറുള്ളത്. ലിഡിയൻ നാദസ്വരം. ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ച് മ്യൂസിക് പ്രോഗ്രാംസ് നടത്തി. ഏകദേശം 500ഓളം കോൺസേർട്സ് ആണ് ഞാൻ ആ സമയത്ത് നടത്തിയത്. ഏത് പീസും 2 പിയാനോയിൽ വായിക്കാൻ എനിക്ക് കഴിയും. പറയുന്നത് താങ്കൾ തുടങ്ങിക്കൊള്ളൂ. ലിഡിയൻ അത് ഫോളോ ചെയ്തോളും. ശരി. വരൂ, നമുക്ക് പരിചയപ്പെടാം മേഘാലി മാൽവികയെ. ഞാൻ മേഘാലി മാൽവിക സ്വായ് ഭുവനേശ്വരിയിൽ നിന്ന് വരുന്നു. 14 വയസ്സാണ് എനിക്ക്. ഞാനൊരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഗ്ലോബൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു. അതുപോലെ അറ്റ്ലസും. വിവിധ രാജ്യങ്ങളെ കുറിച്ച് അറിയാനും ലോകത്തെ കുറിച്ച് അറിയാനും എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. ആളുകൾ എന്നെ വിളിക്കുന്നത് ഹ്യൂമൻ സെർച്ച് എഞ്ചിൻ, ഹ്യൂമൻ അറ്റ്ലസ്, ഗൂഗിൾ ഗേൾ ഓഫ് ഇന്ത്യ എന്നൊക്കെയാണ്. മേഘാലിയോട് ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. നോർവേയിലുള്ള ഏത് ഗ്രാമമാണത് ലോകത്തിലേക്കും ഏറ്റവും ചെറിയ പേരുള്ളത് എന്നറിയപ്പെടുന്നത്? ദ ഷോർട്ടസ്റ്റ് നെയിം ഇൻ ദ വേൾഡ്. ഏന്ന് പേരുള്ളൊരു വില്ലേജ് ഉണ്ട്. വെറും അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നോർവേയുടെ പടിഞ്ഞാറ് ഭാഗത്താണ്. ആർക്കിപ്പിലാഗോയുടെ താഴത്തായിട്ട് വരും. അതുകൊണ്ട് അതിനെ ലെഫോർട്ടൻ ആർക്കിപ്പിലാഗോ എന്ന് പറയും. വളരെ ശരി ഉത്തരമാണ് മേഘാലിയുടേത്. Yes. 16 channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. Sixteen channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. Sixteen channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. വാർത്തകൾ തുടരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിക്കാൻ ഉമ്മൻചാണ്ടി എത്തുന്നതിന്റെ ആവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. എന്നാൽ ഉമ്മൻചാണ്ടി എത്തുന്നതോടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറുകയുമാണ്. തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകാൻ രൂപീകരിക്കുന്ന 10 അംഗ സമിതിയിലെ ഗ്രൂപ്പ് പ്രാതിനിധ്യമാണ് ആദ്യ വെല്ലുവിളി. പാർട്ടി തീരുമാനം അംഗീകരിക്കുമ്പോൾ തന്നെ ഐ ഗ്രൂപ്പിന്റെ നീക്കങ്ങളും നിർണായകമാകും. KPC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ കെ മുരളീധരന്റെ ഒളിയമ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി മത്സരിച്ചിരുന്നെങ്കിൽ തനിക്ക് ഡൽഹിയിലേക്ക് വരേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരുന്നുവെന്ന് കെ മുരളീധരൻ പറഞ്ഞു. മുല്ലപ്പള്ളി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ തെറ്റില്ലെന്നും ഉമ്മൻചാണ്ടി നയിക്കുന്നത് ഗുണം ചെയ്യുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. അല്ല, UDFന് നല്ല വിജയസാധ്യത ഇപ്പോഴുണ്ട്. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രചരണം വളരെയധികം UDFനെ സഹായിക്കും. അല്ല, അന്ന് മത്സരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വരില്ലായിരുന്നു, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. കൽപ്പറ്റയിലാണെങ്കിൽ കേരളത്തിൽ എവിടെ അദ്ദേഹം മത്സരിച്ചാലും അദ്ദേഹത്തിന് വിജയസാധ്യതയുണ്ട്.
ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചു എന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന് INDUC നേതാവ് ആർ ചന്ദ്രശേഖരൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ അധ്യക്ഷനായി ഉമ്മൻചാണ്ടിയെ നിശ്ചയിക്കുക മാത്രമാണ് ചെയ്തത്. കൂട്ടായ ഉത്തരവാദിത്തത്തിന് വേണ്ടിയാണ് പ്രത്യേക സമിതിയെ നിയോഗിച്ചതെന്നും ഇവർ ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം വഹിക്കുകയെന്നും ചന്ദ്രശേഖരൻ ന്യൂസ് 18നോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരിക്കലും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി എന്തുകൊണ്ട് അങ്ങനെ ഒരു ഗസ്റ്റ് ചെയ്ത് അങ്ങനെയൊന്നും അവതരിപ്പിക്കുന്ന പ്രസ്ഥാനമല്ലല്ലോ. അത് കൂട്ടായി ചർച്ച ചെയ്ത് കൂട്ടായിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തി ജയിച്ചു വരുന്ന MLA-മാർ ഹൈക്കമാൻഡിന്റെ അനുവാദത്തോടുകൂടി തീരുമാനമെടുക്കുന്ന ഒരു പ്രക്രിയയാണ് കോൺഗ്രസിനകത്തുള്ളത്. അതിന്റെ ഒരു മാറ്റവും ഇപ്പോഴും വന്നിട്ടില്ലല്ലോ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് TG സജിത്ത് ചേരുന്നു. സജിത്ത്, ഉമ്മൻചാണ്ടിയെ ഈ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് വഴി എന്ത് ചലനങ്ങളാണ് കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടുള്ളത്? ഇതുവരെ പരസ്യമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയുടെ പ്രകടനങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ, അല്ലേ? സനീഷ്, അത്തരത്തിലുള്ള അസ്വസ്ഥതകൾ വിവാദ പരാമർശങ്ങളിലേക്കൊന്നും നേതൃത്വത്തിലോ മറ്റു പ്രവർത്തകരിലേക്കോ പോയിട്ടില്ല. പ്രധാനമായും ഇത് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകുമെന്നത് സംബന്ധിച്ച തർക്കത്തിന് ഇടവെക്കില്ല എന്നതാണ് നേതൃത്വം നൽകുന്ന വിശദീകരണം. ആ തരത്തിലുള്ള പ്രകടനങ്ങളെ ഒപ്പം തന്നെ പ്രതികരണങ്ങളെ ഉണ്ടാകാവൂ എന്ന ജാഗ്രത പൊതുവിൽ നേതൃത്വം പാലിക്കുന്നതുമുണ്ട്. പക്ഷേ സാഹചര്യം പൂർണ്ണമായും ആ തരത്തിലാവില്ല. കാരണം ഈ സാഹചര്യത്തിൽ മുന്നോട്ട് പോയാൽ, കാരണം കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ അല്ലെങ്കിൽ നിയമസഭാ കക്ഷി നേതാവ് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലെ നയിക്കുക എന്നതാണ് പൊതുവിൽ കണ്ടുവന്നിരുന്ന രീതി. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായാണ് പുതിയ രീതി ഉണ്ടാവുന്നത്. ഇനി പ്രചരണ രംഗം മുന്നോട്ട് പോകുമ്പോൾ ഉമ്മൻചാണ്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ രീതികളും തന്ത്രങ്ങളും ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രം ഉമ്മൻചാണ്ടിയിലേക്ക് മാറുകയും ചെയ്യും. അതാണ് കോൺഗ്രസിന്റെ ഒരു പതിവ് രീതി. സ്വാഭാവികമായും അത്തരമൊരു രീതി ഉണ്ടാവുമ്പോൾ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേട്ടമുണ്ടായാൽ അത് സ്വാഭാവികമായും ഉമ്മൻചാണ്ടിയുടെ അവകാശം കൂടിയായി മാറും. അങ്ങനെയെങ്കിൽ അത് തർക്കത്തിന് ഇടവെക്കുമോ? ഇപ്പോൾ പൊതുവിൽ മിതഭാഷികളായ നേതാക്കൾ അപ്പോൾ എടുക്കുന്ന നിലപാട് എന്തായിരിക്കും? ഇക്കാര്യങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്നുകൂടിയുണ്ട്. ഇക്കാര്യത്തിൽ ഘടകകക്ഷി UDF-ലെ മറ്റ് ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ പൊതുവിൽ ഉമ്മൻചാണ്ടിയോട് താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ്. അവരും ഈ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി നിലയുറപ്പിക്കുമോ? ഇതൊക്കെയാണ് പ്രസക്തമായ കാര്യം. എന്തായാലും ഇതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ്. എന്തായാലും നിലവിൽ പൊതുവിൽ കൂടുതൽ വിവാദ പരാമർശങ്ങളിലേക്കൊന്നും നേതൃത്വത്തിൽ പോയിട്ടില്ല. കാരണം ഇപ്പോൾ ആ തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് അത് വിപരീത ഫലം ഉണ്ടാക്കുമോ എന്നൊരു ഭയം പൊതുവിൽ കോൺഗ്രസ് ക്യാമ്പുകൾക്കുണ്ട്. സജിത്ത്, ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്ത ആളായിരിക്കില്ലല്ലോ രമേശ് ചെന്നിത്തലയും. ഇത് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം വിജയിച്ച് മുഖ്യമന്ത്രിയാവുക എന്നത് പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് അദ്ദേഹത്തിനുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അവസാന ഭാഗത്തൊക്കെ അങ്ങനെ തന്നെയും വളരെ കഠിനാധ്വാനം ചെയ്യുന്നതായിട്ട് കാണുകയും ചെയ്തിരുന്നു. ഇവിടെ ഹൈക്കമാൻഡിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കാനിടയില്ലേ? ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് ആ ഭാഗത്ത് നിന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം, നിങ്ങൾക്ക് അനുകൂലമായിട്ട് എന്ന ഉറപ്പ് ഏതെങ്കിലും വിധത്തിൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കാനിടയുണ്ടോ? നിലവിലെടുത്തിരിക്കുന്ന ഈ തീരുമാനങ്ങൾ രമേശ് ചെന്നിത്തലയെ പിന്നോട്ട് ഇകട്ടിക്കാട്ടുന്നതാവരുത് എന്ന തരത്തിലുള്ള ഒരു ജാഗ്രത ഹൈക്കമാൻഡ് കാട്ടിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചർച്ചകളിലെല്ലാം അത്തരം ഒരു കാര്യങ്ങൾ പോയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയോട് ആ തരത്തിലുള്ള ഉറപ്പും ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട്. പക്ഷെ അത് മുഖ്യമന്ത്രിയാക്കുമെന്ന തരത്തിലുള്ള ഉറപ്പുകളിലേക്കൊന്നും സാഹചര്യം കടന്നിട്ടില്ല. കാരണം ഇപ്പോഴത്തെ പ്രവചിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് അതിന് കാരണം സർക്കാരിനെതിരെ വലിയ സമരങ്ങൾ നടത്തി പൊതുവിൽ നേട്ടമുണ്ടാക്കുമെന്ന് കരുതിയ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടായില്ല. UDF-ന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു മാറ്റമുണ്ടായില്ല, തിരിച്ചടി ഉണ്ടാകുമെന്ന പൊതു വിലയിരുത്തലുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയ മാറ്റം ഉണ്ടാക്കാനുള്ള ശ്രമം. മാത്രമല്ല ഒന്നുകൂടിയുള്ളത്, കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഹൈക്കമാൻഡ് പ്രതിനിധികൾ വിവിധ ഘട്ടങ്ങളായി സന്ദർശനം നടത്തുകയും അത് കോൺഗ്രസ് നേതാക്കളോട് മാത്രമല്ല UDF-ന്റെ എല്ലാ ഘടകകക്ഷികളോടും പ്രത്യേകം അഭിപ്രായം ചോദിക്കുകയും ചെയ്തിരുന്നു. ഈ അഭിപ്രായങ്ങളിലെല്ലാം ഉമ്മൻചാണ്ടിയുടെ പേരിന് പ്രാമുഖ്യം കിട്ടുകയും അതാണ് സ്വാഭാവികമായും ഇത്തരം ചിന്തകളിലേക്കും ചർച്ചകളിലേക്കും വന്നതിന് കാരണം. ശരി, നന്ദി സജിത്ത് വിവരങ്ങൾക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിന് പിന്നാലെ തിരുവനന്തപുരം ജില്ലയിലെ BJP-യിൽ തമ്മിലടി രൂക്ഷം. ഇന്നലെ ചേർന്ന ജില്ലാ കോർ കമ്മിറ്റി തിരുവനന്തപുരം മണ്ഡലം കമ്മിറ്റിയെ പിരിച്ചുവിട്ടു. വർക്കല, പാറശാല മണ്ഡലം പ്രസിഡന്റുമാർ വിഭാഗീയതയെ തുടർന്ന് രാജിവെച്ചു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പുനഃസംഘടനയാണ് നടക്കുന്നത് എന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാനിറങ്ങിയ BJP-യുടെ തിരിച്ചടിക്ക് പിന്നാലെ പാർട്ടിയിൽ വിഭാഗീയത രൂക്ഷമാവുകയാണ്. ഇന്നലെ ചേർന്ന ജില്ലാ കോർ കമ്മിറ്റി യോഗം തിരുവനന്തപുരം മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടു. പ്രസിഡന്റ് SKP രമേശ്, ജനറൽ സെക്രട്ടറിമാരായ ആറന്നൂർ ഉദയൻ, കമല സജി എന്നിവർ ഉൾപ്പെട്ട കമ്മിറ്റിയെയാണ് പിരിച്ചുവിട്ടത്. വലിയശാല, ശ്രീവരാഹം, പെരുന്താന്നി എന്നീ സിറ്റിംഗ് വാർഡുകളിലെ പരാജയത്തിനു കാരണം മണ്ഡലം നേതൃത്വം എന്നാണ് വിലയിരുത്തൽ.
തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്തിയ വർക്കലയിലെ മണ്ഡലം പ്രസിഡന്റ് അജുലാൽ രാജിവെച്ചതും ജില്ലയിലെ വിഭാഗീയതയുടെ തുടർച്ചയാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തേക്ക് മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ ജില്ലാ കമ്മിറ്റി മാറ്റിയതിൽ പ്രതിഷേധിച്ചാണ് അജുലാൽ രാജിവെച്ചത്. പാറശാല മണ്ഡലം പ്രസിഡന്റ് ഇഞ്ചിവിള അനിലും കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. ജില്ലാ പ്രസിഡന്റായി VV രാജേഷ് എത്തിയ ശേഷം ഒരു വിഭാഗം പ്രവർത്തകരെ ഒഴിവാക്കുന്നുവെന്നാണ് ആരോപണം. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പുനഃസംഘടനാ നടപടി മാത്രമാണിതെന്ന് ജില്ലാ നേതൃത്വം വിശദീകരിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ എറണാകുളം BJPയിലും അച്ചടക്ക നടപടി. 7 നിയോജക മണ്ഡലങ്ങളിലായി 36 പേരെ നേതൃപദവികളിൽ നിന്നും പുറത്താക്കി. 15 പേരുടെ പ്രാഥമിക അംഗത്വവും റദ്ദാക്കി. കോതമംഗലം, അങ്കമാലി, തൃക്കാക്കര, തൃപ്പൂണിത്തറ, കൊച്ചി, വൈപ്പിൻ, പിറവം എന്നിവിടങ്ങളിലാണ് നടപടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി താഴെത്തട്ടിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് നടപടിയെന്ന് നേതൃത്വം വിശദീകരിക്കുന്നു. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മറ്റു ജില്ലകളിലും നടപടിയുണ്ടാകുമെന്നാണ് സൂചന. ചെന്നിത്തല തൃപ്പരുന്തുറയിലെ പഞ്ചായത്ത് ഭരണം രാജിവെച്ചില്ലെങ്കിൽ നടപടിയെന്ന CPM ജില്ലാ സെക്രട്ടറിയുടെ താക്കീതിനെ തള്ളി പ്രാദേശിക നേതൃത്വം. നോട്ടീസ് കൈപ്പറ്റിയെങ്കിലും ഉടൻ രാജിയില്ല എന്ന പ്രതികരണമാണ് പ്രസിഡന്റ് വിജയമ്മ ഫിലേന്ദ്രന്റേത്. ലോക്കൽ കമ്മിറ്റികളുടെ പിന്തുണയോടുകൂടിയുള്ള നീക്കത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ജില്ലാ നേതൃത്വം. 5 സീറ്റ് കിട്ടും. 5 സീറ്റ് കിട്ടിയ അവിടെ മര്യാദയ്ക്ക് പ്രതിപക്ഷത്തിരുന്നാൽ പോലെ. കോൺഗ്രസിൻ്റെ UDFിൻ്റെ ആ വോട്ടും കൂടെ മേടിച്ച് നമ്മൾ പ്രസിഡൻ്റായി. അവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അത് രാഷ്ട്രീയപരമായി നമ്മൾ ഒരു നയപരമായ ഒരു വ്യതിയാനമല്ലേ, അതിൽ അംഗീകരിക്കാനൊക്കില്ല. പ്രതിപക്ഷ നേതാവിന്റെ പഞ്ചായത്തിലെ കോൺഗ്രസ് CPM കൂട്ടുകെട്ട് സംസ്ഥാന തലത്തിൽ തന്നെ CPMന് നാണക്കേടായ പശ്ചാത്തലത്തിലായിരുന്നു രാജിനിർദ്ദേശവുമായി ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വന്നത്. 2 പഞ്ചായത്തുകളിലാണ് കോൺഗ്രസ് പിന്തുണയിൽ ജില്ലയിൽ CPM അധികാരത്തിലേറിയത്. ഭരണം കിട്ടിയ തിരുവൻവണ്ടൂരിൽ അന്ന് തന്നെ CPM ഭരണസമിതി രാജിവെച്ചു. എന്നാൽ ചെന്നിത്തലയിൽ മൗനാനുവാദത്താൽ ഭരണം തുടർന്നു. വിഷയം ചർച്ചകളിൽ ഇടം പിടിച്ചതോടെ ജില്ലാ നേതൃത്വത്തിന്റെ രാജിപ്രഖ്യാപനവുമുണ്ടായി. സംസ്ഥാന നയത്തിന് വിരുദ്ധമായ ഈ കൂട്ടുകെട്ടിൽ പുറത്താക്കൽ ഉൾപ്പെടെയുള്ള അന്ത്യശാസനത്തെ വെല്ലുവിളിച്ച് ഭരണത്തിൽ തുടരുമെന്ന നിലപാട് ആവർത്തിക്കുകയാണ് തൃപ്പരന്തുറയിലെ CPM. ചെന്നിത്തല, തൃപ്പരന്തുറ ലോക്കൽ കമ്മിറ്റികളുടെ കൂടെ പിന്തുണയോടെയാണ് പ്രസിഡന്റ് വിജയമ്മ ഫിലേന്ദ്രന്റെ നീക്കം. ഇന്നലെ രാജി നൽകിയില്ലെങ്കിൽ പുറത്താക്കുമെന്ന് ജില്ലാ സെക്രട്ടറി തന്നെ പരസ്യമായി അറിയിച്ചിരുന്നുവെങ്കിലും ഇതുവരെ നടപടി കൈക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഇതോടെ CPMന്റെ കേഡർ സ്വഭാവത്തെ മറികടന്ന് നെഹ്റു ട്രോഫിയിലെ പരസ്യ പ്രതിഷേധത്തിനും സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ട രാജി തന്നെ തള്ളിയ ചെന്നിത്തലയിലെ പ്രാദേശിക ഘടകങ്ങൾക്കുമെതിരെ ചെറുവിരൽ പോലും അനക്കാനാവാതെ കുഴങ്ങുകയാണ് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ. ന്യൂസ് 18 ആലപ്പുഴ. കോങ്ങാട് MLAയും പാലക്കാട് ജില്ലയിലെ മുതിർന്ന CPM നേതാവുമായിരുന്ന KV വിജയദാസിന് അന്ത്യാഞ്ജലി. സംസ്കാരം പാലക്കാട് ചന്ദ്രനഗർ ശ്മശാനത്തിൽ നടന്നു. മുഖ്യമന്ത്രിയും സ്പീക്കറും അടക്കമുള്ളവർ പാലക്കാടെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. മറ്റു വാർത്തകളിലേക്ക്. കടക്കാവൂർ പോക്സോ കേസിൽ പ്രതിയായ അമ്മയ്ക്കെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ. കുട്ടിയുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്നും തെളിവുകളുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ജാമ്യാപേക്ഷയെ എതിർത്താണ് സർക്കാർ നിലപാട് അറിയിച്ചത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, എന്ത് തെളിവുകളുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്? അമ്മയുടെ മൊബൈൽ ഫോണിൽ നിന്നും ചില നിർണായക തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. കേസ് ഡയറിയിൽ അടക്കം ലഭിച്ച തെളിവുകളെ കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ജാമ്യ ഹർജിയിൽ തീരുമാനമെടുക്കും മുമ്പ് ഈ കേസ് ഡയറി കോടതി പരിശോധിക്കണമെന്ന നിർദ്ദേശവും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും മുന്നോട്ട് വെച്ചു. ഇതേ തുടർന്നാണ് കേസ് ഡയറി ഇന്ന് തന്നെ ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കേസ് ഡയറി എത്തിക്കുകയും കോടതി ഇത് വിശദമായി പരിശോധിച്ച ശേഷം നാളെ വിധി പറയുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. ഈ മൊബൈൽ ഫോണിലെ തെളിവുകൾക്കുപരി ചില മരുന്നുകൾ തനിക്ക് അമ്മ തന്നിരുന്നു എന്ന് ഈ കുട്ടി മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. ആ മൊഴി സാധൂകരിക്കുന്ന തരത്തിലുള്ള മരുന്നുകളുടെ കുപ്പികളും മറ്റും വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ അത്തരം ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ശക്തമായ തെളിവുകൾ തന്നെ ഉണ്ട് എന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. എന്നാൽ അമ്മ വാദിക്കുന്നത് ഇത്തരം കെട്ടിച്ചമച്ച തെളിവുകളാണ്, അല്ലെങ്കിൽ ഏത് ഭർത്താവുമായുള്ള
പ്രശ്നങ്ങളെ തുടർന്ന് മനഃപൂർവ്വമായി പോലീസ് ദ്രോഹിക്കുന്നതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കേസ് ഡയറി ഇന്ന് കോടതിക്ക് ലഭിച്ച ശേഷം കോടതി വിശദമായി പരിശോധിച്ചൊരു തീരുമാനത്തിലെത്തും. അതോടുകൂടി നമുക്ക് ഈ കേസിലെ തെളിവുകൾ സംബന്ധിച്ച ഒരു കൃത്യമായ ചിത്രവും ലഭിക്കും. സനീഷ്. ശരി, നന്ദി അനീഷ് വിവരങ്ങൾക്ക്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. Kaveri Mehndi Gold, Kaigalil 15 languages, 26 states, 1200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. $16 channels, 15 languages, 26 states, 1200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സഭാ മേലധ്യക്ഷന്മാർ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക്. Expected to be happy and was happy as before. I hope you requested the Prime Minister's intervention or help to bring Holy Father Pope Francis to India. Yes, he was. Yes, he was. We mentioned it, and the Prime Minister has always been positive about this. In the past too, he has told us once before. I met him also, and he's always said it. And again, he said yes this time too. He has it in mind. We'll have to find an appropriate time. Now is the health situation, coronavirus is there, pandemic. He is certainly positive about it. We hope it will develop. We hope, and I think it is. That means the government of India will felicitate this visit of the Pope to India. Yeah, the government's happy. The government is happy, and he has in mind, and we hope it will come. We'll have to first overcome the health situation, and then find a suitable time. He is in favor. And it was a very wide-ranging. It was a conversation more than a discussion on specific points about how the church, the government, and the Christians' involvement, and how to. And also, we spoke a lot about the care of the poor. That's one of our big things of the church. The church always cares for the poor, and we are in the same. We were discussing how we could help the poor people more and more. About the Stansavi, Father Stansavi's issue, did you mention to Prime Minister? Release of I did. We did mention it. Brought it up to him, and because this is, as you were saying, it's with the agencies. So certainly we brought it up with the agencies. The agencies are following, and he is sympathetic, is aware of this problem, he said, and he wants to. But it's with the agencies. The government does not want to interfere too much. That's what he said, in the working of an agency. And also particularly, Cardinal, on behalf of the Church in India, mentioned about the initiatives we have done through the COVID pandemic situation, especially 152 crores have been spent through different Caritas agencies in India for 2 crores people. That also was appreciated by the Prime Minister, and we were sharing, and we will continue to do that work of promotion of emergency care and charity for the poorest of the poor. നമ്മളൊരു നിവേദനമായിട്ട് വല്ലതും കൊടുത്തിരുന്നോ? നിവേദനമായിട്ട് കൊടുത്തില്ല. ഞങ്ങൾ
സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുള്ള ചില വിഷയങ്ങൾ രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. അതായത് ക്രിസ്ത്യൻ സമൂഹത്തിന് കിട്ടേണ്ടതായിട്ടുള്ള ചില ആവശ്യങ്ങൾ അത് അദ്ദേഹം കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഫണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള ഫണ്ട് വിതരണത്തിൽ ക്രൈസ്തവ സഭയോട് അവരെ ഒഴിവാക്കുന്നുണ്ടെന്നുള്ള ക്രൈസ്തവ സമൂഹത്തെ ഒഴിവാക്കുന്നില്ല, അതിനൊരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ നടക്കും. ആ വിഷയം അതിനകത്ത് എമർജ് ചെയ്തായിരുന്നു. അതിപ്പോൾ അത് ചർച്ചകൾ നടത്തി വന്നപ്പോഴത്തേക്ക് മൈനോറിറ്റീസിൻ്റെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ വന്നപ്പോഴത്തേക്ക് പലത് പറഞ്ഞു. ഉദാഹരണത്തിന് വിദ്യാഭ്യാസ നയമുണ്ടല്ലോ, പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. അതിൽ പിന്നെ മൈനോറിറ്റീസിന് സ്ഥാപനങ്ങൾ സ്കൂളുകളായാലും കോളേജുകളായാലും ഒക്കെ നടത്താനും അത് പിന്നെ അതിൻ്റെ ഭരണം നിർവഹിക്കാനും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ. അപ്പോൾ അത് നിഹനിക്കപ്പെടുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ദിസ് ഈസ് ഓൺലി പോളിസി ആൻഡ് ദെയർ വിൽ ബി ഗൈഡ് ലൈൻസ്, അല്ലെങ്കിൽ മാർഗനിർദ്ദേശക നിയമങ്ങളും അവയുടെ മറ്റു കാര്യങ്ങളുമൊക്കെ പിന്നാലെ വരും എന്നുള്ള രീതിയിൽ അത് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പം പറഞ്ഞു ഇങ്ങനെ ന്യൂനപക്ഷ അവകാശങ്ങൾ ഉള്ളതെല്ലാം സംരക്ഷിക്കപ്പെടുമെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. ആ കൂട്ടത്തിൽ ഈ 80-20യുടെയും പിന്നെ മറ്റ് റൈറ്റുകളുടെ എല്ലാ എല്ലാം പൊന്തി വന്നായിരുന്നു. അതിലെല്ലാം ഓപ്പണാണ് ടു പ്രൊട്ടക്ട് ദോസ് റൈറ്റ്സ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ ഇൻസിസ്റ്റഡ് സ്പെഷ്യലി, അതായത് ഒരിക്കലും റിലീജിയസ് ഹാർമണി നഷ്ടപ്പെടാൻ പാടില്ല. നമ്മുടെ ഇന്ത്യയിൽ, നമ്മൾ ഭാരതത്തിൽ എപ്പോഴും മതസൗഹാർദ്ദത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഈ ഇഷ്യൂസ് എല്ലാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മളെ ഇത് മതങ്ങളുടെ അടിസ്ഥാനത്തിലല്ലല്ലോ, ഓരോരുത്തർക്കും അർഹമായ നീതി, ഓരോ സമുദായത്തിനും അർഹമായ നീതി, ഓരോ സമൂഹത്തിനും അർഹമായ നീതി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വമെന്ന് പ്രൈം മിനിസ്റ്റർ എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞു. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നയം. അതൊക്കെ ചർച്ചകളിൽ വന്നതാണ്. എനിക്ക് തോന്നുന്നത് കൂടുതൽ കേരളത്തിലാണ് ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുള്ളത്. അതിന് പരിഹാരം കേരള സർക്കാർ കണ്ടെത്തണം. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ അതിനുള്ള മാർഗനിർദ്ദേശം കൊടുക്കുകയും ചെയ്യുമായിരിക്കും. ഏതായാലും മതസൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിൽ ഇതൊന്നും ഒരു പ്രതിബന്ധമാകരുതെന്ന് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്തോ ഇല്ല, അങ്ങനെയുള്ള ഒരു ചർച്ചയൊന്നും ഉണ്ടായില്ല. അതേപ്പറ്റി ഒന്നും ഒരു പരാമർശം ഉണ്ടായില്ല. ബിജെപിയോടുള്ള പണ്ടുണ്ടായിരുന്ന ഒരു തരത്തിലുള്ള ഒരു ആശങ്ക ഇപ്പോൾ ക്രൈസ്തവ സഭകൾക്കുണ്ട്. അതോ ഇത്തരം ഈ ചർച്ച, കാരണം 2015 ശേഷം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രിയുമായിട്ട് ബിജെപി അല്ലെങ്കിൽ ഒരു ബിജെപി പ്രധാനമന്ത്രിയുമായിട്ട് ഇത്തരത്തിലൊരു ചർച്ച നടക്കുന്നത്. അല്ല, ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അവരുടെ ഒരു പ്രശ്നം തീർക്കാനായിരുന്നെങ്കിൽ തന്നെയും യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് പ്രൈം മിനിസ്റ്റർ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അവരെ ക്ഷണിച്ചല്ലോ. അതുപോലെ ഇനി ഞങ്ങളെ ക്ഷണിച്ചു, ഇനിയും പലവരെയും ക്ഷണിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അതേപ്പറ്റിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ അതങ്ങനെ ഒരു അദ്ദേഹം പറയുന്ന ഹീസ് എ മാൻ ഓഫ് ഡയലോഗ്, സംവാദം, സമൂഹത്തോട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ ഇതുവരെ പറഞ്ഞു ദിസ് ഈസ് യുവർ ഹോം, എവരിബഡി ക്യാൻ കം ഹിയർ ആൻഡ് ഡയലോഗ് എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പ്രത്യേകം എടുത്ത് പറഞ്ഞു ദിസ് ഈസ് നോട്ട് എ പൊളിറ്റിക്കൽ ഡിസ്കഷൻ, ഇറ്റ് ഈസ് ദ ഗവൺമെൻറ് സ്പീക്കിംഗ് ടു ദ പീപ്പിൾ. അല്ലാതെ രാഷ്ട്രീയത്തിൻ്റെതായ ഒരു ചായവും ഈ ചർച്ചകളിലൊന്നും വന്നില്ല, ഞങ്ങളും വരുത്തിയില്ല, അദ്ദേഹവും വരുത്താൻ ആഗ്രഹിച്ചിരുന്നില്ല. തീർച്ചയായിട്ടും അദ്ദേഹം, അതാണ് പ്രൈം മിനിസ്റ്ററിൽ ഞങ്ങൾ കണ്ടത്. ഹി ഈസ് ഓപ്പൺ ടു ഓൾ ദ തിങ്സ് വിച്ച് വി ഹാവ് സ്പോക്കൺ ടു ഹിം, വെരി ഓപ്പൺ, വളരെ തുറന്ന മനോഭാവത്തോടെ അദ്ദേഹം സംസാരിച്ചു. ഞങ്ങളും ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞു. പിന്നെ ചില വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തിനുള്ള ബുദ്ധിമുട്ടും പറഞ്ഞു. അതിപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ പറയുന്നില്ല. ചില ബുദ്ധിമുട്ടുകളൊക്കെ ചില വിഷയങ്ങളിലൊക്കെ ഉണ്ട്. അത് ഭരണകർത്താവ് നിർമ്മിച്ചാൻ സ്വാമിയുടെ കാര്യത്തിൽ ആസ് ഹി സെഡ് ഹി കനോട്ട് ഡു anything against the law or anything against an agency or something. So he said it has to come through the normal channel. ഫണ്ട് ലഭിക്കുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ട് അതിൽ അദ്ദേഹം പറഞ്ഞത് Can we have some translation, because some of us are totally lost. What's happening? What's the content? I will say in both languages, so that see what he said about that is see, there were so many agencies which were doing things not properly.
I mean, for example, after getting the foreign money, they are not maintaining the accounts and presenting it annually. So he had to be strict about it, he said. We said, we support that. But because of the misdeeds of some people, others shall not be suffering. അതായത് കുറച്ച് പേർ ഏതെങ്കിലും രീതിയിൽ കണക്കുകൾ കാണിക്കാതിരിക്കുകയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒക്കെയാണ്. ഐ എം സ്പീക്കിംഗ് ഓൺലി വാട്ട് ഐ സെഡ് ഇൻ ഇംഗ്ലീഷ് ഇൻ മലയാളം. ആൻഡ് ഓൺലി ദാറ്റ് അത് മാത്രം ഞങ്ങളും അതിനോട് യോജിക്കുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ മറ്റുള്ളവർക്ക് സഹിക്കാനിടയാകരുത് എന്നുള്ള രീതി. My question was something different. I just asked that whether when you said about the equitable distribution of the funds, what was the Prime Minister's opinion about that? Whether he was aware about a discrimination is against the... No, he did not say. Neither he nor we said about any discrimination. ഞങ്ങളതൊരു ആവശ്യമായിട്ട് വെച്ചു, അതിനുവേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നതെന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. The underlying point is this is a fund given by the central government of India to the minorities of this country. So the amount and the proportion varies from region to region depending on the majority and minority proportion. So what we have been sharing or asking his intervention to make it a point of justice given to each community, not that one should not be totally ignored. It should be done on an equitable way. And for that, the Prime Minister said that he will look into the ways and means how to do it in a just way. That's what we wanted to raise this concern to him, and he was positive. You see, we addressed many of the issues that are really floating in the Indian community. He presented it. And he also promised support to the government for doing all these things. We also added in on behalf of the community in Kerala, because the Kerala Christian community is, has certain difficulties there because of, about the buffer zone. You have heard about that? Yes. Buffer zone. മറ്റൊന്നുള്ളത് വെർമിൻ, അതായത് സർട്ടൺ ആനിമൽസ് വിച്ച് ആർ ഇനിമിക്കൽ ടു അസ്. അപ്പോൾ നമുക്ക് അപകടകാരികളായിട്ടുള്ള ചില മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങളെയൊക്കെ ലിസ്റ്റിൽപ്പെടുത്തി അവയെ കൊല്ലുന്നതിന് ജനങ്ങൾക്ക് അവരെ കൊല്ലുകയോ അവരുടെ കൃഷി നശിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ അവയെ കൊല്ലുന്നതിനുള്ള ഒരു അവകാശമൊക്കെ കൊടുക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ച് നടക്കുകയുള്ളൂ. അതേപ്പറ്റി ഞങ്ങൾ സംസാരിച്ചു. Then we talk about also this Kasturi Rangan Gadgil issue. This question of Kasturi Rangan Gadgil issue is a national issue, but it is especially disturbing the Kerala community. Many Malayalis among you know it. And so we have to be really in a human way approaching that problem, safeguarding the life and the work of the people in the high ranges and in the migrated places, and at the same time ecologically balancing their actions in those areas. And I think Prime Minister was open to that question also, but he did not mention anything very particular about it. And so almost all the like-minded issues are coming. മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട് മുൻപും മാർപ്പാപ്പയ്ക്ക് ഇന്ത്യയിലേക്ക് എത്താനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും മറ്റും ചെയ്തിരുന്നു. പക്ഷേ അന്നത് സാധിക്കാതെ പോയിരുന്നു. എന്തായിരിക്കും അതിന്റെ ഒരു പ്രശ്നമായി കാണുന്നത്? അത് അദ്ദേഹം സൂചിപ്പിച്ചില്ല, ഞങ്ങൾക്ക് പറഞ്ഞുകൂടാ. We do not know what are the points that hinders him. I don't think that's not hinder. He may be, as he said, looking for an appropriate time. ഒരു നല്ല സമയത്ത് ക്ഷണിക്കാനായിട്ടായിരിക്കും. ഒരു ഇലക്ഷൻ ടൈമിൽ വിളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് മാറുന്ന സമയത്ത് വിളിക്കാൻ പറ്റില്ല, സംസ്ഥാനങ്ങളിൽ അസ്വസ്ഥതയുള്ളപ്പം വിളിക്കാൻ പറ്റില്ല, സെക്യൂരിറ്റി നോക്കേണ്ടതായിട്ടുണ്ട്, മറ്റൊന്നുള്ളത് ഇപ്പോഴത്തെ രോഗാവസ്ഥ, കൊറോണ വൈറസ്. ഓൾ ദീസ് മേ ബി, I don't know. Anyway, he keeps it in his heart, he said. Did you request it again today? We requested. Yes. Did you decide any further dialogues? No, the thing is that, you see, when we request it, it is not the place where he has to give his decision. No? And the decision will come gradually
That is all. No, he has requested us to have further dialogue, not only to us. He said that I am a man of dialogue, I want to dialogue with the people. And even regarding the new policies which are accepted, he said much discussion has been done for every policy or every law like that. And he was saying like that. ഈ രാജ്യത്തെ ക്രൈസ്തവർക്ക് നേരെ പലയിടത്തും ആക്രമണം നടക്കുന്നുണ്ട്. അപ്പോൾ നടന്നിട്ടുള്ള കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച ഉണ്ടായോ? അത് വാസ്തവത്തിൽ ഡയറക്റ്റായിട്ട് ഇപ്പോൾ ചർച്ചയ്ക്ക് വന്നില്ല. പിന്നെ കാരണം ഇപ്പോൾ ഈയിടെ അങ്ങനെയുള്ള ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. അപ്പം നമ്മൾ അനവസരോചിതമായിട്ട് ഒന്നും പറയരുതല്ലോ. ഉണ്ടാകുന്ന സന്ദർഭം ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ഇപ്പോൾ ഒരു ശാന്തതയാണുള്ളത്. പിന്നെ ഈ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, തീവ്രവാദികൾ, അവരവിടെയും ഇവിടെയും അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം, രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം, അല്ലെങ്കിൽ വർഗീയതയുടെ അടിസ്ഥാനത്തിലാകാം. അതൊക്കെ വരുമ്പോഴത്തേക്ക് ഏതൊരു സർക്കാരിൻ്റെ കാലത്തും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ക്രൈസ്തവർക്ക്, ഈ സർക്കാരിൻ്റെ മാത്രമല്ല. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെ ഞങ്ങൾ അതാത് സമയങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ താൽക്കാലിക ശാന്തത ഉണ്ടാകും. ബട്ട് ഇപ്പം നമുക്കാർക്കും തന്നെ, നിങ്ങൾക്ക് മീഡിയ ആളുകൾക്ക് പോലും ഈ തീവ്രവാദികൾക്ക് ഒരു അറുതി വരുത്താൻ സാധിക്കുകയില്ല. ദാറ്റ് ഈസ് എ റിയാലിറ്റി ഇൻ ദ സൊസൈറ്റി. അപ്പം നമുക്ക് അവരെ സാന്ത്വനപ്പെടുത്തുന്നതിന്, അവരുമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നതിന് സാധിക്കണം. സോ ദാറ്റ് ഈസ് എ സിറ്റുവേഷൻ. He also raised the issue of the poorest of the poor in the country. Also we mentioned about the promotion of the Dalit people, and also with a particular reference to the Christians of the Dalit community, and to be treated as also people whom we need to bring them to the mainstream. And the Prime Minister was very, very positive. He said not basing on the religion or ethnic and so on, but we also have supported that. Bring them to the mainstream. That is the most important thing. How and which means, we are not sure, but make an appropriate study on that and make a provision so that they all will enjoy what they have, justice for them. Another thing I would like to say a word of thanks to the efforts of Honorable Governor of Mizoram, Mr. Sridharan Pillai, who in fact initiated the whole process of making this meeting with the Prime Minister possible. And unfortunately he couldn't be present because of the quarantine in Kerala, but he arranged this meeting, and he was always positive in bringing, as you know, the two groups of the Orthodox churches, the Jacobite and Orthodox churches, അവരെ കൊണ്ടുവരുന്നതിനും സംസാരിക്കുന്നതിനും ഒക്കെ അദ്ദേഹം നേതൃത്വം കൊടുത്തു. ഇപ്പോൾ ഇന്ത്യ, as the church in the Catholic Church in India, the three cardinals have been invited, and I must say that was a very refreshing. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ സംസാരിക്കുകയാണ്. വളരെ തുറന്ന മനസ്സോടെയുള്ള ചർച്ചയാണ് പ്രധാനമന്ത്രിയുമായി നടന്നത് എന്ന് എല്ലാവരും പറഞ്ഞു. വളരെ അനുഭവപൂർവ്വം തുറന്ന മനസ്സോടെയാണ് പ്രധാനമന്ത്രി തങ്ങളുടെ ആവശ്യങ്ങൾ കേട്ടത്. എല്ലാ കാര്യങ്ങളും പരിഗണിക്കാമെന്നും തനിക്കാകാവുന്ന വിധത്തിൽ ഇടപെട്ട് മുന്നോട്ട് പോകാമെന്നും അദ്ദേഹം പറഞ്ഞുവെന്ന് നേരത്തെ ശ്രീ ജോർജ് ആലഞ്ചേരി അടക്കമുള്ള ആളുകൾ, ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പറഞ്ഞു. കുറച്ചു നേരം നീണ്ടു നിന്നു ആ കൂടിക്കാഴ്ച. സംസ്ഥാനത്ത് ഉള്ള ഈ സാമുദായിക ഐക്യം തകരാതെ പോകുന്നതിന് വേണ്ട നടപടികളടക്കം ഉണ്ടാകണമെന്ന്, അത്തരം കാര്യങ്ങളടക്കം ചർച്ചയായി എന്ന് ആലഞ്ചേരി പറഞ്ഞു. എല്ലാ കാര്യത്തിലും വളരെ പോസിറ്റീവായുള്ളൊരു സമീപനമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നും അദ്ദേഹം പറഞ്ഞു. അവരവിടെ വാർത്താസമ്മേളനം നടത്തുകയാണ്, വിശദമായി കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് പോയി വരാം. പ്രധാനപ്പെട്ട മറ്റ് വാർത്തകളിലേക്ക്. അഭയ കേസിൽ തിരുവനന്തപുരം CBI കോടതി വിധിച്ച ഇരട്ട ജീവപര്യന്തം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഫാദർ തോമസ് M. കോട്ടൂർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. അപ്പീലിൽ CBIക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. കോടതി അപ്പീൽ പിന്നീട് പരിഗണിക്കും. തീർപ്പാക്കുന്നതുവരെ ജാമ്യം അനുവദിക്കണം എന്ന ഹർജി കോട്ടൂർ ഉടൻ നൽകും. കേസിന്റെ വിചാരണയടക്കമുള്ള നടപടികൾ നീതിപൂർവമായിരുന്നില്ല എന്നാണ് ഹർജിയിൽ കോട്ടൂർ ആരോപിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റ സീറ്റിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കാനുള്ള നീക്കത്തിനെതിരെ മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വം. മത്സരിക്കാൻ യോഗ്യരായവർ ജില്ലയിൽ തന്നെയുണ്ട്. കൽപ്പറ്റയിൽ മുല്ലപ്പള്ളി തന്നെ വേണമെന്നില്ല എന്നും മുസ്ലിം ലീഗ് വയനാട് ജില്ലാ സെക്രട്ടറി യഹ്യ ഖാൻ തലക്കൽ പറഞ്ഞു. യാതൊരു സാധ്യതയില്ല. മാത്രമല്ല, വയനാട്ടിൽ തന്നെ മിടുക്കരായിട്ടുള്ള കോൺഗ്രസും ലീഗിനൊക്കെ ഉള്ള നേതാക്കൾ ഉണ്ടാകുമ്പോൾ
പുറത്തുനിന്ന് അത്തരത്തിലുള്ള ഒരാൾ വന്ന് മത്സരിക്കേണ്ട സാഹചര്യം ഇപ്പോൾ വയനാട്ടിലില്ല. നിർബന്ധമായിട്ടും ഈ സീറ്റ് ഇത്തവണ ലീഗിൻ്റെതായിരിക്കും. ഒന്ന്, ഇത് മുല്ലപ്പള്ളിയാണ് സ്ഥാനാർത്ഥി എന്ന് പറയാൻ ഇത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റല്ല. ഇത് UDFൽ LJDയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. LJD മുന്നണി വിട്ടതുകൊണ്ട് തന്നെ ഈ സീറ്റ് ലീഗ് മുൻപ് കൈമാറ്റം ചെയ്തിട്ടുള്ള സീറ്റാണ്. 87-ന് തോറ്റതിന് ശേഷം ലീഗ് നൽകിയിട്ടുള്ള സീറ്റാണ്. അപ്പോൾ ആ സീറ്റ് ഈ തവണ ലീഗ് തിരിച്ചാവശ്യപ്പെടുന്നു. കൂടുതൽ വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ആകെപ്പാടെയുള്ള അഭിപ്രായം എന്ന നിലക്ക് കണക്കിലേക്ക് എടുക്കേണ്ടി വരുമോ? ലീഗ് തന്നെയും മത്സരിക്കണം എന്ന അഭിപ്രായമാണോ ശക്തമാകുന്നത്? സനീഷ്, തീർച്ചയായും കഴിഞ്ഞ 2 ആഴ്ച മുമ്പും ഇതേ തരത്തിൽ കൽപ്പറ്റ നിയോജക മണ്ഡലം കമ്മിറ്റി ഇത്തരത്തിൽ പ്രമേയം പാസാക്കുകയും അത് ജില്ലാ കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. മുസ്ലിം ലീഗിന്റെ കൽപ്പറ്റ സീറ്റ് മുസ്ലിം ലീഗിന് വേണമെന്നാണ് അന്ന് ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചത്. മണ്ഡലം കമ്മിറ്റിയുടെ പ്രമേയമാണ് അംഗീകരിച്ചത്. അതുകൊണ്ട് തന്നെ നേരത്തെയുള്ള ലീഗിന്റെ നിലപാട് ആവർത്തിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അത് മുല്ലപ്പള്ളി ആയാലും ആരായാലും അത്തരത്തിൽ ലീഗിന് അവകാശപ്പെട്ട സീറ്റിലേക്ക് മറ്റ് സ്ഥാനാർത്ഥികളെ പരിഗണിക്കേണ്ട ആവശ്യമില്ല, അത്തരം ചർച്ചകളിലേക്ക് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് വയനാട് ജില്ലാ നേതൃത്വം പറയുന്നത് എന്നതാണ് ജില്ലാ സെക്രട്ടറി യഹ്യാഖാൻ തലക്കലിന്റെ വാക്കുകൾ ഉള്ളത്. മാത്രവുമല്ല, പ്രാദേശിക തല തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ലീഗിനുണ്ടായ മറ്റ് ഘടകകക്ഷികളെക്കാളും മുസ്ലിം ലീഗിനുണ്ടായ മേൽക്കൈയും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇത് വലിയ ചർച്ചയാവാൻ സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം എന്ന നിലയ്ക്ക് സുരക്ഷിതമായ ഒരു താവളം എന്ന നിലയിൽ തന്നെയാണ് കോൺഗ്രസ് മുല്ലപ്പള്ളിയുടെ പേര് മുന്നോട്ട് വെക്കുന്നതും ചർച്ച വരുന്നുണ്ട്. എന്നാൽ ലീഗിന് അവകാശപ്പെട്ട സീറ്റാണ്, ലീഗിന് മേൽക്കൈയുള്ള മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് തന്നെ ഇത്തവണത്തെ കൽപ്പറ്റ നിയമസഭാ സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗ് ജില്ലാ നേതൃത്വമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് നാളെ UDF ജില്ലാ യോഗം നടക്കുന്നുണ്ട്. അതിൽ കൂടുതൽ വ്യക്തത ഇത് സംബന്ധിച്ച് വരും. വലിയ വിവാദങ്ങൾക്കും ചർച്ചകളിലേക്കും വഴിവെക്കാവുന്ന ഒരു നിലപാടാണ് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം ഇപ്പോൾ എടുത്തിട്ടുള്ളതെന്നാണ് വ്യക്തമാകുന്നത്. ശരി, നന്ദി രതീഷ് വിവരങ്ങൾക്ക്. മറ്റു വാർത്തകളിലേക്ക്. പൊളിഞ്ഞു വീഴാറായ കുടിലിന് കതക് വെച്ച് നൽകാൻ അപേക്ഷിച്ച വൃദ്ധയ്ക്ക് വീട് തന്നെ വെച്ച് നൽകി പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂർ. കോട്ടയത്തെ 98-കാരിയായ പാപ്പി അമ്മയ്ക്കാണ് ബോബി ചെമ്മണ്ണൂരും ബോബി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് വീട് വെച്ച് നൽകുന്നത്. പാപ്പിയമ്മയുടെ വീട്ടിലെത്തിയ ബോബി ചെമ്മണ്ണൂർ അവർക്കൊപ്പം ഭക്ഷണം കഴിക്കുകയും എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകുകയും ചെയ്തു. ജലസംരക്ഷണത്തിന് ആഹ്വാനം ചെയ്യുന്ന ഹാർപിക് ന്യൂസ് 18 മിഷൻ പാനി ക്യാമ്പയിൻ ഒരു നാഴികക്കല്ല് പിന്നിടുകയാണ്. ജനുവരി 26-ന് വാട്ടർത്തോൺ നടക്കാനിരിക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിന്തുണ ഏറുകയാണ്. മുൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് അൽ ഗോറിന്റെ സന്ദേശത്തിലേക്ക്. I want to congratulate Mission Pawnee for coming forward and taking a stand on the critically important issues of the climate crisis and water conservation. Whether it's in the developed world or in developing regions, everyone should understand how important it is to preserve clean water as the basis for healthy lives. हमको बचानी है ये जिंदगानी. ക്രിസ്മസ് പുതുവത്സര ബമ്പറിന്റെ ഭാഗ്യശാലിയെ കണ്ടെത്തി. തെങ്കാശി സ്വദേശി ഷറഫുദ്ദീനാണ് ലോട്ടറി അടിച്ചത്. ഷറഫുദ്ദീൻ തിരുവനന്തപുരത്തെ ലോട്ടറി ഓഫീസിലെത്തി ടിക്കറ്റ് കൈമാറി. വിവരങ്ങളുമായി സജിത്ത് ചേരുന്നു. സജിത്ത്, എന്താണ് വിശദാംശങ്ങൾ? ഷറഫുദ്ദീൻ അവിടെ ലോട്ടറി കൈമാറാൻ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നാണ് സജിത്ത് വിവരങ്ങൾ നൽകുന്നത്. സജിത്ത്, വിശദാംശങ്ങൾ എന്താണ്? ഒടുവിൽ ഭാഗ്യശാലിയെ കണ്ടെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന ഭാഗ്യശ്രീയുടെ പുതുവത്സര നമ്പർ 12 കോടി അടിച്ച വ്യക്തിയെ 12 കോടി നറുക്കെടുത്തത്. ഇത് ആര്യങ്കാവിൽ വിറ്റ ഒരു ആര്യങ്കാവിലെ ഏജൻസി വിറ്റ ലോട്ടറിക്കാണ് ഈ പ്രൈസ് അടിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ ഈ ലോട്ടറിയുടെ ഉടമയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ആ ഉടമ നേരിട്ട് ലോട്ടറി ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്തെ ലോട്ടറി ഡയറക്ടറേറ്റിൽ അദ്ദേഹം എത്തിയിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ
ഉദ്യോഗസ്ഥരുമായി സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. തെങ്കാശി സ്വദേശിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ബാക്കി വിശദാംശങ്ങൾ അല്പസമയത്തുള്ളിൽ എത്തിക്കാൻ കഴിയും. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അദ്ദേഹം ഇപ്പോൾ ലോട്ടറിയിലെ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നു. അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ, ഈ പണം കൈമാറുന്നതിൻ്റെ, ലോട്ടറി കൈമാറി മറ്റ് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിൻ്റെ തിരക്കിലാണ്. അല്പസമയത്തുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങൾ, എവിടുന്ന് ലോട്ടറി എടുത്തു, എന്താണ് അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള ആഗ്രഹം തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം അല്പസമയത്തുള്ളിൽ പങ്കുവയ്ക്കും. എന്തായാലും കാത്തിരിക്കുകയാണ്. അദ്ദേഹം അല്പസമയം മുമ്പാണ് ഈ വ്യക്തി ഇവിടെ ലോട്ടറി ആസ്ഥാനത്തെത്തി തൻ്റെ ലോട്ടറി കൈമാറുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. 12 കോടി രൂപ ആർക്കാണ് ഇത്തവണ അടിച്ചത് എന്നറിയാതിരിക്കുകയായിരുന്നു. ലോട്ടറി വിറ്റത് ഇന്ന സ്ഥലത്താണ് എന്ന് മനസ്സിലാക്കിയിരുന്നു നേരത്തെ. പക്ഷേ ആർക്കാണ് ലോട്ടറി അടിച്ചത്, ആരാണ് ആ ഭാഗ്യവാൻ എന്നത് കണ്ടെത്തിയിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം നേരിട്ട് തന്നെ തൻ്റെ ലോട്ടറിയുമായിട്ട് അടിച്ച 12 കോടി രൂപ അടിച്ച ആ ലോട്ടറിയുമായിട്ട് ലോട്ടറി ആസ്ഥാനത്തേക്ക് നേരിട്ടെത്തിയത്. ഷറഫുദ്ദീനാണ് ആ ഭാഗ്യവാൻ. ആ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം ആ ലോട്ടറി ടിക്കറ്റ് കൈമാറി അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. നമസ്കാരം.